കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയ നഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. പിതാവ് അഭിഭാഷകനായ ശ്രീനിവാസ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. മകൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. അച്ഛനും മകനും മാത്രമായിരുന്നു അക്ഷയ നഗറിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവിടെയാണ് സംഭവം നടന്നത്. വീട്ടിലെ ഹാളിലാണ് മകൻ വിഷ്ണുവിന്റെ മൃതദേഹം കിടന്നിരുന്നത്. തൊട്ടടുത്ത മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ശ്രീനിവാസ പിള്ളയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്നെ എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു. അപ്പം ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ബാസിൽ സഖാവ് അദ്ദേഹമാണ് പറഞ്ഞത്, ഇന്നണക്ക് വീട്ടിലെ വിഷ്ണുവിനെ അച്ഛൻ വെട്ടിക്കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി വന്നപ്പം ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കാണ്. പെങ്ങൾ വിളിച്ചിട്ട് കാണാത്തതുകൊണ്ട് ഒരു മതിൽ ചാടി ഇറങ്ങിയപ്പോഴാണ് കൺഫേം ആക്കിയത്. അപ്പോൾ ഇതുവരെ ഗേറ്റൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ആൾക്ക് നേരത്തെ മാനസിക അസ്വസ്ഥതയുള്ള വിഷ്ണു എന്ന് പറയുന്ന പയ്യന്. അപ്പോൾ അച്ഛൻ അഡ്വക്കേറ്റാണ്, നല്ല വ്യക്തിയാണ്. അച്ഛനെയും അമ്മയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു ആൾ. അതായത് ചെയിൻ സ്മോക്കറും. സംസാരിക്കുകയാണെങ്കിൽ നിർത്തത്തില്ല, മണിക്കൂറുകളോളം സംസാരിക്കും. പിന്നെ ഇവിടെ കാണുന്ന ഈ ബോർഡുകളൊക്കെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. ഇവിടെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു നമ്മളോട് തന്നെ പറയും. അപ്പോൾ ടാക്സിന് വരുമ്പോൾ ഇത് കാണുമ്പം ടാക്സ് കൊടുക്കാനില്ല. കാര്യം ആളുടെ മാനസിക ഇതിന് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യിക്കുന്നതായതല്ല. ഒരിക്കൽ ഈ കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടി കാലൊക്കെ ഒടിഞ്ഞ് ഞാൻ വരുമ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു. ഞാൻ കൗൺസിലറാണ് വാർഡിൻ്റെ, പുളിയക്കോൾ ഈസ്റ്റിലെ കൗൺസിലറാണ്. പേരമ്മ.